മിഴി ഫിലിംസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പണ്ടൊരിക്കൽ വിരലിലെണ്ണാവുന്ന സിനിമകളിൽ മാത്രം മുഖം കാണിച്ചൊരു നടനെ തൻ്റെ പുതിയ സിനിമയിലേക്ക് പരിഗണിക്കുമ്പോൾ ആ ചിത്രത്തിൻ്റെ സംവിധായകൻ നടനോട് ഒരു നിർദ്ദേശം വെക്കുകയാണ്. നിങ്ങളുടെ പേര് ഒരു സിനിമാക്കാരന് പറ്റിയ പേരല്ല, നിങ്ങൾക്ക് ഞാൻ ഒരു പുതിയ പേര് നൽകാം. സജിൻ. എന്താ പേര് ഓക്കെ അല്ലേ? ഒരു അവസരത്തിന് വേണ്ടി ഓടി നടന്ന ആ നടന് എന്ത് പേരും ഓക്കെ ആയിരുന്നു. അങ്ങനെ ആ മനുഷ്യൻ തൻ്റെ ഐഡൻറ്റിറ്റി ആയിരുന്ന പേര് മാറ്റി സജിനായി മാറുകയാണ്. പിറ്റേന്ന് മുതൽ ഷൂട്ടിംഗ് സെറ്റിൽ എത്തി തൻ്റെ ജോലികൾ തുടങ്ങുകയും ചെയ്തു. ജയിലിൽ നിന്നും നായകനായ സുകുമാരൻ മതിൽ ചാടി രക്ഷപ്പെടുന്ന സീൻ ഷൂട്ട് ചെയ്യുവാൻ പോവുകയാണ്. വലിയ പൊക്കമുള്ള മതിലായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി താഴെ നല്ല കട്ടിയുള്ള ഫോം ബെഡും വിരിച്ചിട്ടുണ്ട്. ആ കൂടെ താഴേക്ക് ചാടേണ്ടിയിരുന്ന സജിൻ വന്ന് വീഴുന്നിടത്ത് ബെഡ് കാണാത്തതിൽ ഒരല്പം ആശങ്കപ്പെട്ട നിർമ്മാതാവിനോട് ഇവർക്കൊന്നും ബെഡ് നൽകേണ്ടതില്ല, ഇവരെ പോലെയുള്ളവരൊക്കെ സിനിമയിൽ വന്നും പോയും ഇരിക്കുന്നവരാണ്, ഇവർക്ക് ഇതൊക്കെ മതിയെന്നായിരുന്നു സംവിധായകന്റെ മറുപടി. വേണ്ടത്ര സുരക്ഷയൊന്നും ഇല്ലെങ്കിലും താഴേക്ക് ചാടുവാൻ തന്നെയായിരുന്നു സജിന്റെ തീരുമാനം. കാരണം ഒരു നടനായി തീരണമെന്നത് അയാളുടെ ജീവിത അഭിലാഷമായിരുന്നു. അതിനുവേണ്ടി എന്തും ചെയ്യുവാൻ അയാൾ തയ്യാറായിരുന്നു. എങ്ങനെയെങ്കിലും ഒരു നടനാകണമെന്ന ആഗ്രഹത്തെ ഉൾക്കൊള്ളുവാൻ അയാളുടെ ശരീരത്തിന് വെമ്പലായിരുന്നുവെങ്കിലും നല്ല ഉയരമുള്ള മതിലിൽ നിന്നുമുള്ള ചാട്ടത്തെ ഉൾക്കൊള്ളുവാനുള്ള കരുത്ത് അയാളുടെ കാലുകൾക്കില്ലെന്നത് അയാൾക്ക് ബോധ്യമാകുന്നത് നിലത്ത് വീണ് കാലിന് ഒടിവുണ്ടെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ മാത്രമായിരുന്നു. ഒടിഞ്ഞ കാലുമായി ശേഷമുള്ള ഭാഗങ്ങൾ അഭിനയിച്ച ശേഷം സെറ്റിൽ നിന്നും പോകുമ്പോൾ അയാൾക്ക് ആ സംവിധായകനോട് ഒന്നേ പറയുവാനുണ്ടായിരുന്നുള്ളൂ, സാറിൻ്റെ അടുത്ത പടത്തിൽ എന്തെങ്കിലും ഒരു അവസരം നൽകണം, എന്നെക്കൊണ്ടാവും വിധം ഞാനത് നന്നായി ചെയ്യും. സജിൻ അഭിനയിച്ച ഈ ചിത്രത്തിൻ്റെ പേര് സ്ഫോടനം എന്നായിരുന്നു. പേരും പെരുമയും ഇല്ലാത്തതുകൊണ്ട് ഷൂട്ടിനിടെ വേണ്ടത്ര സുരക്ഷ നൽകാത്തതിനാൽ കാലിന് പരിക്കേൽക്കേണ്ടി വന്ന, ശബ്ദം പോരെന്നും പറഞ്ഞ് ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ നിന്നും ഇറക്കിവിട്ട, തൻ്റെ പേര് വരെ മാറ്റേണ്ടി വന്ന, സിനിമയിൽ വന്നും പോയും ഇരിക്കുന്ന ഒരുപാട് പേരിൽ ഒരാൾ മാത്രമായ ആ മനുഷ്യൻ പിന്നീട് അതേ സംവിധായകന്റെ സിനിമകളിൽ നായകനായി അഭിനയിച്ച് അദ്ദേഹത്തിന് നിരവധി സൂപ്പർ ഹിറ്റുകൾ നൽകുന്ന കാഴ്ചയും, അയാൾ പിന്നീട് കേരള ബോക്സ് ഓഫീസിന്റെ കടിഞ്ഞാൺ ഒരറ്റത്തു നിന്നും ഏറ്റെടുക്കുന്ന കാഴ്ചയും ഒരു മുത്തശ്ശിക്കഥയേക്കാൾ വിചിത്രമെന്നേ വിശേഷിപ്പിക്കാനാവൂ. സജിൻ എന്ന നടൻ പിന്നീട് മലയാളികളുടെ ഹൃദയത്തിൽ മമ്മൂട്ടി എന്ന പേരിലാണ് അറിയപ്പെട്ടത്. മലയാളികൾ സ്വകാര്യ അഹങ്കാരമായി കാണുന്ന മലയാളികളുടെ പ്രിയപ്പെട്ട മമ്മൂക്ക. മമ്മൂട്ടി എന്ന പേര് വന്നതിന് പിന്നിലെ കഥകൾ മമ്മൂട്ടി പല ഇന്റർവ്യൂകളിലും പറഞ്ഞിട്ടുണ്ട്. സജിൻ എന്ന മുഹമ്മദ് കുട്ടി പിന്നീട് മമ്മൂട്ടിയായി മാറിയതിൻ്റെ കഥ മമ്മൂക്ക തന്നെ പല ഇന്റർവ്യൂകളിലും പറഞ്ഞിട്ടുണ്ട്. കോളേജിൽ ചേരുന്ന സമയത്ത് മുഹമ്മദ് കുട്ടി എന്നത് ഒരു ഓൾഡ് ഫാഷൻ പേരായതിനാൽ തൻ്റെ പല സുഹൃത്തുക്കളോടും തൻ്റെ പേര് മുഹമ്മദ് ഷെരീഫ് എന്നാണ് മമ്മൂട്ടി പറഞ്ഞത്. പിന്നീട് മമ്മൂട്ടിയുടെ പേര് മുഹമ്മദ് കുട്ടിയാണെന്ന് മനസ്സിലാക്കിയ അവർ കളിയാക്കി തന്നെ മമ്മൂട്ടി എന്ന് വിളിച്ചതും, പിന്നീട് സിനിമയിലെത്തിയപ്പോൾ അന്ന് കൂട്ടുകാർ തന്നെ കളിയാക്കി വിളിച്ച മമ്മൂട്ടി എന്ന പേര് തൻ്റെ പേരായി മാറിയതിനെ പറ്റിയും മമ്മൂട്ടി പറഞ്ഞിട്ടുണ്ട്. ജീവിതത്തിൽ കഠിനമായി പരിശ്രമിച്ചിട്ടും വിട്ടുവീഴ്ചകൾ ഏറെ ചെയ്തിട്ടും വേണ്ടത്ര പരിഗണനയും അവസരങ്ങളും ലഭിക്കുന്നില്ലല്ലോ എന്നൊരു നിരാശയിൽ എല്ലാം അവസാനിപ്പിക്കുവാൻ തീരുമാനിക്കുന്നതിന് മുൻപ് ഒരു നിമിഷം ഇങ്ങേരെക്കുറിച്ച് ആലോചിക്കാം. പരിശ്രമിച്ചാൽ ഒരു നാൾ ഫലം ഉണ്ടാകും.